ഹലോ എവ്രി വൺ, ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് 5 പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ യൂണിറ്റിലോട്ടേക്ക് പോകാം. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഭാഗമായിരുന്നു ഇവിടെ. സോ ഇനി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നമുക്ക് പോകാം. ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഇതിലുള്ളൊരു മെത്തേഡാണ് ഡിസ്കഷൻ മെത്തേഡ്. A discussion is an open forum in which learners can express their opinions as well as review factual material. അപ്പോൾ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഫോറം ആണ്. ഇവിടെ ലേണേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ ഒപ്പീനിയൻസ്, അവർക്ക് എന്തൊക്കെ പറയാനുള്ളത്, അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ സജഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറയാം. ആസ് വെൽ ആസ് റിവ്യൂ ഫാക്ച്വൽ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിവ്യൂ ചെയ്യുകയും ചെയ്യാം. In addition, discussion is a natural opportunity for students to exercise their command of the processes of communication, inference and conclusion. ഇത് പറഞ്ഞിട്ടുള്ളത് വോൺ ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് 1984. ഇനി ഡിസ്കഷൻ മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ടു ഷെയർ ഇൻഫർമേഷൻ, to clarify ideas, to inspire interest, to promote cooperative learning, to identify the different views on a problem, to get conceptual clarity, to develop the skill of expression, to evaluate progress, to locate and define the problem, to allocate responsibilities to find ways of solving the problem. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡിസ്കഷൻ നമുക്ക് നോക്കാം. നമ്മുടെ ഡിസ്കഷൻ എന്താണെന്ന് പറഞ്ഞു. 2 ടൈപ്പ് ഡിസ്കഷൻസ് ആണല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് ഓപ്പൺ ഡിസ്കഷനാണ്, ഒന്ന് പ്ലാൻഡ് ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ലേണർ ഡിറ്റർമൈൻസ് ദ ടോപ്പിക് ആൻഡ് ദ റോൾ ഓഫ് ദ ടീച്ചർ ഇസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ ലീഡ് ദ ലേണർ ടു കൺസിഡർ വേരിയസ് ഐഡിയാസ്. അപ്പോൾ ഇവിടെ ടീച്ചറിൻ്റെ ഡ്യൂട്ടിയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, there can be no planning because the open discussion is the spontaneous by definition. അപ്പോൾ ഓപ്പൺ ഡിസ്കഷൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് പ്രീ പ്ലാൻഡ് ആയിരിക്കില്ല, പെട്ടെന്ന് നടക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് ആർക്കും പ്ലാൻ ചെയ്തൊന്നും വരാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ബി എക്സ്ട്രീംലി എഫക്റ്റീവ് ഇൻ ഗെറ്റിംഗ് ലേണർ ടു മേക്ക് ഇൻഫറൻസസ് ആൻഡ് ഡ്രോ കൺക്ലൂഷൻ. ഇൻഫറൻസസ് ഉണ്ടാക്കാനും കൺക്ലൂഷൻസിലേക്ക് എത്താനും ഇത് കുട്ടികളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ഓൺ എ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ലേണേഴ്സ് ബിക്കോസ് ദേ ഇനീഷ്യേറ്റ് ദ ഡിസ്കഷൻ. അവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ടോപ്പിക്കുകളായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു പ്ലാൻഡ് ഡിസ്കഷൻ എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ് ഒരു പ്ലാൻഡ് ഡിസ്കഷനിൽ നിന്ന് ടീച്ചർ ഡിറ്റർമൈൻസ് ദ കോണ്ടന്റ് ഓഫ് ദ ഡിസ്കഷൻ. നേരത്തെ പറയും, പ്ലാൻസ് ദ ക്വസ്റ്റ്യൻ, നേരത്തെ ക്വസ്റ്റ്യൻ പ്ലാൻ ചെയ്യും, ആൻഡ് ഗൈഡ്സ് ദ ലേണേഴ്സ് ടുവാർഡ്സ് സം പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ. ഇതിപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ചിലത് എക്സ്റ്റംബേഴ്സ് ആണ്. സ്പോട്ടിൽ നമുക്ക് ടോപ്പിക് തരും, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ അതിനെ ഇലാബറേറ്റ് ചെയ്യുക, പറയാം. പക്ഷേ അല്ലാതെ സ്പീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പിക്ക് മുമ്പേ തരും. നമ്മൾ അടുത്ത ദിവസം തലേ ദിവസം പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഓപ്പൺ ഡിസ്കഷനും പ്ലാൻ ഡിസ്കഷനും. It is a way of introducing and teaching content to the listeners in a way that will involve them cognitively. ഇനി എന്താണ് ഒരു സെമിനാർ എന്നുള്ളതാണ് പറയുന്നത്. The term seminar is generally used to refer to a structured group discussion that may proceed or follow a formal lecture, often in the form of extempore speeches or paper presentation. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സാധനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റംപറിനെ പോലെയോ പേപ്പർ പ്രസൻറ്റേഷനെയൊക്കെ പോലെയാണ് ഈ സെമിനാർ ഉണ്ടാകുന്നത്. Individual students also prepare papers or report and present before a group of peers as in the case of seminar paper presentation. അപ്പോൾ സെമിനാറിലെ പേപ്പർ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്? ഓരോ കുട്ടികൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ലെക്ചറിങ് നടത്തുന്നതിന്. ദ ഓഡിയൻസ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് പേപ്പർ ആൻഡ് ഡിസ്കസസ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ പേപ്പർ. അപ്പോൾ ഈ കാണുന്ന ഓഡിയൻസ് ക്രിട്ടിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിലുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇനി പ്രിപ്പറേഷൻ ഫോർ സെമിനാർ. ദ ടീച്ചർ ഷുഡ് ടേക്ക് ദ ഇനീഷ്യേറ്റീവ് ഇൻ അക്വൈൻറ്റിംഗ് ദ സ്റ്റുഡൻസ് വിത്ത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പർപ്പസ് ഓഫ് ദ സെമിനാർ. സെമിനാർ റിക്വയർസ് മച്ച് പ്ലാനിംഗ് ഇൻ ടേംസ് ഓഫ് റെഫറിംഗ് ടു ലിറ്ററേച്ചർ ഓൺ റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് സെമിനാർ ടോപ്പിക്, ഓർഗനൈസിംഗ് ദ കളക്റ്റഡ് ഡേറ്റ ഇൻ എ സീക്വൻഷ്യൽ മാനർ ആൻഡ് പ്രസൻറ്റിംഗ് ദ പേപ്പർ ത്രൂ എഫക്റ്റീവ് റിപ്പോർട്ടിംഗ്. അപ്പോൾ സെമിനാറിൻ്റെ ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് നല്ല പ്ലാനിങ് വേണം, മാത്രമല്ല നല്ല തറോ നോളജ് വേണം, ആൻഡ് റിപ്പോർട്ടും ചെയ്യണം.
ഇനി ഒരു സെമിനാറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മേജർ അഡ്വാൻറ്റേജ് ഓഫ് ദ സെമിനാർ ഈസ് ഇറ്റ് സ്റ്റിമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സ്റ്റുഡൻസ് പവർ ഓഫ് കോംപ്രിഹെൻഷൻ ആൻഡ് ഇവാലുവേഷൻ. കുട്ടികളുടെ കോംപ്രിഹെൻഷനും ഇവാലുവേഷൻ ചെയ്യാനുള്ള കഴിവിനെ വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഡിറ്റക്ട് ആൻഡ് ഡിറൈവ് ദ പ്രിൻസിപ്പിൾ ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഈസ് ഡെവലപ്ഡ്. അണ്ടർസ്റ്റാൻഡിംഗ് പവർ ആൻഡ് ക്വസ്റ്റനിങ് എബിലിറ്റി ഇൻ എ റെലവൻറ്റ് സിറ്റുവേഷൻ ആർ സ്ട്രെങ്തൻഡ്. സെൽഫ് റിലയൻസ്, സെൽഫ് കോൺഫിഡൻസ്, സെൻസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ഡെവലപ്ഡ്. ഇനി വർക്ക്ഷോപ്പ് എന്താണ്? വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ടുഗെദർ ഫോർ സം ക്രിയേറ്റീവ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയാണ്. ഇവിടെ എന്താണ്? വൈൽ ഡിസ്കഷൻ ഡിമാൻഡ്സ് മച്ച് ടോക്ക്, വർക്ക്ഷോപ്പ് ഇസ് എ ഷോപ്പ് ഫോർ വർക്ക്. ഡിസ്കഷനിൽ കൂടുതലും സംസാരിക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൂടുതലും വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ടെക്നിക്ക്. ഇതിൽ കൂടുതലും ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. മറ്റേതിലോ നമ്മൾ നേരത്തെ പറഞ്ഞ സെമിനാറിൽ സംസാരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ടിവിറ്റിയാണ്. ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ ഇനിഷ്യേറ്റ് ദ വർക്ക്ഷോപ്പ് ഇൻ എ ജനറൽ സെഷൻ ആൻഡ് ഫ്രെയിം ഗൈഡ് ലൈൻസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദ വർക്ക്ഷോപ്പ്. ഇനി വർക്ക്ഷോപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ചെയ്ത് ലേണിംഗ് ബൈ ഡൂയിങ്, ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ടെക്നിക്കാണ്. ഇതൊരു കോഓപ്പറേറ്റീവ് വർക്കാണ്. അത് വർക്ക് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സും സ്റ്റുഡൻസും അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് അവരുടെ ഐഡിയാസും വ്യൂസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ദ സ്കിൽസ് ഓഫ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് psychomotor domains. A complicated problem can be easily solved in the workshop. അതുപോലെ തന്നെ the workshop focuses on the individual talents as well as efforts of the group. ഇനി ഫീൽഡ് ട്രിപ്പുകൾ എന്താണ്? ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. Field trips are very much educative and they create great curiosity in students and also bring out their creativity. ഇനി Keown states that those concepts are the integral part of the student's environment are best learned in the outdoor environment. ഔട്ട്ഡോറിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത്. The concepts have a better chance of being understood and retained if parts of concept can be related to students' environment. Critical thinking is enhanced in the outdoor environment. ഉള്ളിൽ ചിന്തിക്കുന്നതിന്, ചുമരിനുള്ളിൽ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പുറത്ത് പോയി കഴിഞ്ഞാലാണ് മനസ്സിലാകുന്നത്. Investigations in the outdoor environment increase students' desire for that environment. ഇനി ഫീൽഡ് സർവേ എന്താണ് എന്നാണ് പറയുന്നത്. ഫീൽഡ് സർവേ ഈസ് എൻ അനാലിസിസ് ഓഫ് ദ പ്രസൻറ്റ് സ്റ്റേറ്റസ് അബൌട്ട് എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് സർവേകൾ നടത്തുന്നത്. ഈ ഫീൽഡ് സർവേയിലൂടെ ഒരാൾക്ക് കറക്റ്റ് പിക്ചർ ഓഫ് ദ സ്റ്റേറ്റസ് ഓഫ് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ കറക്റ്റ് സ്റ്റേറ്റസ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു നാച്ചുറൽ ഒബ്സർവേഷനാണ്. Rousseau emphasized that natural observation is the best method of teaching as compared with classroom teaching, learning and studying books. അതായത് പ്രകൃതിയിലോട്ട് ഇറങ്ങി ആളുകളെ മനസ്സിലാക്കുന്ന അത്രയും വരില്ല നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഫീൽഡ് സർവേ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ത്രൂ ദ ഫീൽഡ് സർവേ ഇൻ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ദ ലേണർ ഗെറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അപ്പം പ്രകൃതിക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് തന്നെ ആളുകൾക്ക് കിട്ടും. കാരണം നേരിട്ട് കാണുകയാണല്ലോ. മറ്റേതെന്താണ്, ബുക്കിലൂടെ പഠിക്കുന്ന സമയത്ത് അവർ ഫസ്റ്റ് ഹാൻഡ് അല്ല, സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ തേർഡ് ഹാൻഡ് ആയിട്ടാണ് അവർ പഠിക്കുന്നത്. ഇനി എന്തൊക്കെ ഫീൽഡ് സർവേകളാണുള്ളത്? ലോക്കൽ ഫീൽഡ് സർവേ, റീജിയണൽ ഫീൽഡ് സർവേ, ജിയോഗ്രഫിക്കൽ ഫീൽഡ് സർവേ, ഹിസ്റ്റോറിക്കൽ ഫീൽഡ് സർവേ, ഇൻഡസ്ട്രിയൽ ഫീൽഡ് സർവേ, ഫീൽഡ് സർവേ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ, ഓഫ് ആനിമൽസ്, സർവേ ഓഫ് സോയിൽ ആൻഡ് ഫോണ, ഫീൽഡ് സർവേ ഓഫ് കമ്മ്യൂണിറ്റി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇത്രയും ടൈപ്സാണ് നമുക്ക് ഫീൽഡ് സർവേകളിൽ വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫീൽഡ് സർവേ ഇൻ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ ഫീൽഡ് സർവേയുടെ ഒബ്ജക്റ്റീവ്സ്? ടു പ്രൊമോട്ട് അവെയർനെസ് അബൌട്ട് ലേണേഴ്സ് എൻവയോൺമെൻറ്റ്, ടു ഡെവലപ്പ് ദ ടെൻഡൻസി ടു സർവേ ഇറ്റ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ടു ഡെവലപ്പ് ദ എബിലിറ്റി ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദ ലേണേഴ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ. സ്വന്തമായിട്ടുണ്ടാവുന്ന ഈ ഫീൽഡ് സർവേയിലൂടെ സ്വന്തമായിട്ടാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒബ്സർവേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, ഈ സ്കില്ലുകളൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ കോഓപ്പറേഷനും ഗ്രൂപ്പ് വർക്ക്. സർവേ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടൊന്നുമല്ല എടുക്കും, ഒരു 4-5 പേരൊക്കെ കൂടി ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കോഓപ്പറേഷനും ഗ്രൂപ്പ് വർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൂൾസ്, ടെക്നിക്സ്, ഫീൽഡ് സർവേക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് അപ്രീസിയേഷൻ അബൌട്ട് ദ നേച്ചർ, ടു ഐഡൻറ്റിഫൈ ദ ക്വാളിറ്റീസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. ഇനി ഒരു ഫീൽഡ് സർവേയുടെ സ്റ്റെപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് റൈറ്റിംഗ് ഒബ്ജക്റ്റീവ് എഴുതുക,
നെക്സ്റ്റ് പ്ലാൻ ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുക, പോവുക, കാണുക, സംസാരിക്കുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അടുത്തത് ഇവാലുവേഷൻ ആണ്. നെക്സ്റ്റ് ലാസ്റ്റത്തേത് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആണ്. Thus, field survey provides a vivid picture about a particular area. It is a scientific way of investigating the status of environment. സയൻറ്റിഫിക് വേ ആണെന്ന് പറയാൻ കാരണം അത് പ്രൂവൺ ആണ് അല്ലേ, നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സയൻറ്റിഫിക് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് ഫീൽഡ് സർവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി enhancing the effectiveness of field studies. Bachman and Crompton feel that effectiveness may be greatest if the outdoor experience is preceded by an indoor experience which provides a cognitive framework into which pieces of information likely to be encountered in outdoor can be fitted. ഇനി ക്വിക്ക് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ളതാണ് ഫെൽ ദ ആക്ടിവിറ്റീസ് വിച്ച് ഫോക്കസ് ദ അറ്റൻഷൻ ഓൺ ദ യൂസ് ഓഫ് നേച്ചർ സ്റ്റഡി ആൻഡ് ഫീൽഡ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ലേൺ അബൌട്ട് ദ കൺട്രി സൈഡ് ആൻഡ് കൺസർവേഷൻ. അപ്പോൾ ഈ നാച്ചുറൽ സ്റ്റഡി എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കൺട്രി സൈഡിനെയും കൺസർവേഷനെ പറ്റിയിട്ട് കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദ ആക്ടിവിറ്റീസ് വിച്ച് ഡെവലപ്പ് സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ഇൻ ഔട്ട്ഡോർ എഡ്യൂക്കേഷൻ. The activities related to the study of man-made environment and social environment help students to learn urban tradition മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. The activities related to the study of rural environment focus the attention of the students to learn about agriculture, horticulture, forestry and other forms of land management. ഇനി പ്രോജക്ട്സ് എന്താണെന്നാണ് നോക്കുന്നത്. പ്രോജക്റ്റ് is a problematic act carried to completion in its natural setting. A project method consists of building a comprehensive unit around an activity which may be carried on in the school or outside. Learning by doing and learning by living are the two cardinal principles of this method. പ്രോജക്റ്റിന് രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ഡൂയിങ്ങിലൂടെ ചെയ്ത് തന്നെ പഠിക്കുക, അടുത്തത് ജീവിച്ചു പഠിക്കുക എന്നുള്ളത്. ഈ മെത്തേഡ് സൈക്കോളജിക്കലി സൗണ്ടാണ്. The teacher acts as guide and helps the students to find the facts and principles themselves. ഇനി പ്രോജക്റ്റിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം സെൻസിങ് എ പ്രോബ്ലം, ഡിഫൈനിങ് ദ പ്രോബ്ലം, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മെത്തഡോളജി, ഡേറ്റ കളക്ഷൻ, പ്രോസസ് ഓഫ് അനാലിസിസ്, ഡ്രോയിങ് കൺക്ലൂഷൻ, ഇവാലുവേഷൻ, റെക്കോർഡിംഗ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. അത് പോയിൻറ്റുകളല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ പ്രോസസ്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഒരു ഗുഡ് പ്രോജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Project should allow the active participation of both learners and teacher. It should be useful and purposeful. വെറുതെ ചെയ്തിട്ട് കാര്യമില്ല, യൂസ്ഫുൾ ആയിരിക്കണം, ഒരു പേർപ്പസ് വേണം. It should have definite educational value. It should be practicable. It should provide maximum number of activities. It should not be expensive. It should promote the investigative ability among the learners. ഇനി പ്രോജക്റ്റ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ദിസ് മെത്തേഡ് ഇസ് ബേസ്ഡ് അപ്പോൺ ദ ലോസ് ഓഫ് ലേണിംഗ്, ദാറ്റ് ഇസ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്റ്റീവ്. ഇറ്റ് പ്രൊമോട്ട്സ് കോഓപ്പറേറ്റീവ് ആക്ടിവിറ്റി ആൻഡ് ഗ്രൂപ്പ് ഇൻ്ററാക്ഷൻ. ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ്. ദ ചിൽഡ്രൻ ചൂസ്, പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് ദ പ്രോജക്റ്റ് ദംസെൽസ്. കൂടുതലും GPT ഒക്കെ ആണല്ലേ. ഇതിപ്പോൾ എൻവയോൺമെൻറ്റലിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് സത്യസന്ധമായിട്ടുള്ളൊരു സാധനം പ്രതീക്ഷിക്കാം. ഇറ്റ് അഫോർഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് കീൻനെസ് ആൻഡ് ആക്യുറസി ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ടു എക്സ്പീരിയൻസ് ദ ജോയ് ഓഫ് ഡിസ്കവറി. ഇറ്റ് സെറ്റ്സ് എ ചലഞ്ച് ടു സോൾവ് പ്രോബ്ലം ആൻഡ് ദിസ് സ്റ്റിമുലേറ്റ്സ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതുപോലെ തന്നെ പ്രോജക്റ്റ് മെത്തേഡിന് ഡീമെറിറ്റ്സ് ഉണ്ട്, ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് മച്ച് മോർ വർക്ക് ഓൺ ദ പാർട്ട് ഓഫ് ടീച്ചർ. ടീച്ചർ ഇതൊക്കെ നോക്കണ്ടേ ശരിയാണോ അല്ലേ എന്നുള്ളത്. അപ്പം ടീച്ചറിൻ്റെ ഭാഗത്ത് ഒരുപാട് സമയം ചിലവാകുന്നുണ്ട്. The whole syllabus, especially for more advanced classes, cannot well be included in a collection of projects, and it is difficult to finish the syllabus in the limited time. Textbooks and material written on these lines are not available. It is expensive in the sense that a well-equipped library and a laboratory are required. നെക്സ്റ്റ് വണ്ണാണ് എക്സിബിഷൻ. എക്സിബിഷൻ ഇൻ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ മീൻസ് പ്രസൻറ്റേഷൻ ടു വ്യൂ എ ഡിസ്പ്ലേ ഓർ ഷോയിങ് ഓഫ് ദ മെറ്റീരിയൽസ് റെലവൻറ്റ് ടു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. അപ്പോൾ എക്സിബിഷൻ നമുക്ക് അറിയുന്നത് പോലെ തന്നെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ ടു വ്യൂ
എ ഡിസ്പ്ലേ ഓർ ഷോയിങ് ഓഫ് ദ മെറ്റീരിയൽസ്. എൻവയോൺമെൻറ്റ് സ്റ്റഡീസുമായിട്ടുള്ള മെറ്റീരിയൽസിനെ ഷോ ചെയ്യുക എന്നുള്ളതാണ്. എക്സിബിറ്റ്സ് ഓർ എക്സിബിഷൻസ് ക്യാൻ ബി അറേഞ്ച് ടു ഷോ ദ പ്രോജക്റ്റ് വർക്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഓർ ടു ഹൈലൈറ്റ് ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇൻ ഓർഡർ ടു ഗെറ്റ് സ്യൂട്ടബിൾ റെമഡീസ്. അപ്പോൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾവേസ് പറയുന്നത് പോലെ തന്നെ സ്ക്രീൻ സൂം ചെയ്തിട്ട് ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത്. പോയിന്റ് 1 നോക്കുക. എക്സിബിഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ദ ലേണേഴ്സ് ക്യാൻ ഒബ്സർവ്, അനലൈസ്, ക്രിട്ടിസൈസ് ആൻഡ് അപ്ലൈ ദ സയൻറ്റിഫിക് ലോസ്. They get chances of picking up skills by means of participation in the exhibition. They can learn how to cooperate and show leadership qualities while working in the exhibition. അപ്പം അതിലൂടെ വെറും എക്സിബിഷൻ മാത്രമല്ല നടക്കുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള കാരണം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സിറ്റുവേഷൻസിൽ എങ്ങനെ സയൻസിനെ ഉപയോഗിക്കാമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് എക്സ്പ്ലോറേഷനെയും ക്രിയേറ്റീവ് സ്പിരിറ്റിനെയും ഒക്കെ വളർത്തുന്നുണ്ട്. സയൻറ്റിഫിക് ഇൻഫർമേഷനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻഹാൻസസ് ദ ഹെൽത്തി സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ അമംഗ് ദ പാർട്ടിസിപ്പൻസ്. ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ക്യാൻ ബി ഡെവലപ്ഡ് ബൈ ഓർഗനൈസിങ് എക്സിബിഷൻസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കൊരു ജസ്റ്റ് 1 വീഡിയോയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ക്വസ്റ്റ്യൻസോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ, നിങ്ങളും പഠിക്കും, എല്ലാവരും ഉഷാറാക്കും. സോ നമുക്ക് പാർട്ട് 3 കാണാം. സോ താങ്ക് യു സോ മച്ച്. ബൈ.